മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ. അവൻ യെരൂശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടുകൂടെ ബെഥാനിയയിലേക്ക് പോയി. പിറ്റന്നാൾ അവൻ ബെഥാനിയ വിട്ടു പോരുമ്പോൾ അവൻ വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ഒരുപക്ഷെങ്കിൽ അനേക സമയം നമ്മൾ ഈ വേദഭാഗത്തെ ആധാരമാക്കി മെസ്സേജസുകളൊക്കെ നമ്മൾ കേട്ട് കാണും. എങ്കിലും ഇതിൻ്റെ അല്പം ആഴത്തിലേക്ക് ഇന്ന് ഈ മധ്യാഹ്ന വേളയിൽ ഒന്ന് കടന്നു പോകാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്തെ 11-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്: അവൻ യെരൂശലേമിൽ ദേവാലയത്തിലേക്ക് ചെന്നു സകലവും ചുറ്റി നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടുകൂടെ ബെഥാന്യയിൽ പാർത്തു. അപ്പോൾ നേരം വൈകിയതുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു അന്ന് രാത്രി സമയത്ത് ബെഥാന്യയിൽ പാർത്തു. അപ്പോൾ ബെഥാന്യയിൽ പാർത്തെന്ന് പറയുമ്പോൾ മിക്കവാറും ആരുടെ വീട്ടിലായിരിക്കും പാർക്കാൻ സാധ്യത? നമ്മുടെ ലാസറിൻ്റെ, മാർത്തയും മറിയും ലാസറും പാർക്കുന്ന ഭവനത്തിലായിരിക്കാനാണ് സാധ്യത. അങ്ങനെ അവിടെ പാർത്തു. അതിനുശേഷം 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിറ്റേന്നാൾ അവർ ബെഥാന്യ വിട്ട് പോരുമ്പോൾ അവന് വിശന്നു. കാരണം അതിന് അടുത്ത ദിവസം, അത് മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, രാവിലെ എന്ന് പറയുന്നുണ്ട്. അതായത് അടുത്ത ദിവസം രാവിലെ ഈ ലാസറിൻ്റെയും മാർത്തയും മറിയുടെയും വീട്ടിൽ നിന്നും കർത്താവ് യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരും അവിടെ വിട്ടിട്ട് അവർ യാത്ര തിരിച്ചു വരുമ്പോൾ ഇവിടെ നാം കാണുന്നത് കർത്താവ് യേശുക്രിസ്തുവിന് വിശന്നു. നമുക്ക് മാർത്തയെപ്പറ്റി നമുക്ക് നല്ലൊരു പേരുണ്ട്. എന്ത് പേരാ? ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരി എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് യേശുക്രിസ്തു അവിടെ നിന്ന് പോന്നപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുക്കാതെ വിടും അവരെ എന്ന് തോന്നുന്നു. യേശുക്രിസ്തുവിന് തീർച്ചയായിട്ടും കൊടുത്തു കാണണമല്ലോ. അതുമാത്രമല്ല 12 ശിഷ്യന്മാർക്കും കൊടുത്തു കാണും. എന്നാൽ ഇവിടെ കാണുന്നത് അവനും വിശന്നു. ആർക്ക് വിശന്നു? കർത്താവ് യേശുക്രിസ്തുവിന് വിശന്നു. എന്താണ് കാരണം? അതിങ്ങനെ ബൈബിൾ രേഖപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ് വിശക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ സാധാരണ മനുഷ്യൻ, നമ്മളെപ്പോലുള്ള ആൾക്കാരല്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാനും വേണമെങ്കിൽ കല്ലിനെ ഇഡ്ഡലിയാക്കുവാനും കഴിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവാണ് ഇവിടെ പറയുന്നത് കർത്താവിന് വിശന്നു എന്ന പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, വേറൊരു വസ്തുത, ഈ 12 പേരുടെ വിശപ്പിൽ 12 പേർക്ക് വിശപ്പില്ല. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമാണ് വിശപ്പ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ വിശപ്പ് ഇവിടെ പറയുന്നുള്ളൂ. 12 അപ്പോസ്തലന്മാർക്ക് വിശപ്പിൻ്റെ കാര്യം പറയുന്നില്ല. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് വിശപ്പുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നോക്കാം. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. ആദ്യമായിട്ട് പറയട്ടെ, ഈ അത്തിവൃക്ഷം എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളെ കാണിക്കുന്നതാണ്. എന്നാൽ ബൈബിളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളോടുള്ള ബന്ധത്തിന് കൂടിയാണ് ഈ വാക്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ അത്തിവൃക്ഷമാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആര്? നമ്മൾ ഓരോരുത്തരും ആരാണ്? നമ്മൾ ഓരോരോ അത്തിവൃക്ഷമാണ്. അപ്പോൾ ദൂരത്തുനിന്ന് അത്തിവൃക്ഷത്തെ കണ്ടു. അതിനു മുമ്പേ കർത്താവിന് വിശപ്പ് വന്നു. ഈ വിശപ്പ് എന്താണ്? നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം. ഈ അത്തിവൃക്ഷത്തിൽ നിന്നും എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് ആർക്കുള്ളത്? കർത്താവ് യേശുക്രിസ്തുവിനുള്ളത്. അപ്പോൾ ഒരു കാര്യം മറക്കുക, നമ്മളാണ് ഈ അത്തിവൃക്ഷം. ഇവിടെ കൂടിയിരിക്കുന്ന നാം ഓരോരുത്തരും ഓരോ അത്തിവൃക്ഷമാണ്. കർത്താവ് യേശുക്രിസ്തു ഈ അത്തിവൃക്ഷത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നോക്കുന്നത്? നമ്മിൽ ഫലം നോക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വായിക്കാം. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം. എന്തിനാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നേ? ഒരു മാവിനെ നോക്കിക്കൊണ്ട് മാവിന് ഇലയുള്ള മാവെന്ന് പറയുമോ? ആരെങ്കിലും പറയുമോ? ഒരു ഇല ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇലയില്ലാത്ത മാവെന്ന് പറയും, ഇല്ലേ? അപ്പോൾ ഇലയുള്ള മാവിന് പ്രത്യേകത എന്ത്? ഇലയുള്ള ഒരു മാവെന്ന് പറയാൻ കാരണം എന്തുവാ? ഈ മാവിൽ എന്തുണ്ട്?
ഇലയുണ്ട്, എന്തില്ല? ഫലമില്ല. അപ്പോൾ നാം കൂടി വന്നിരിക്കുന്ന നാം ഓരോരുത്തരും ഓരോ അത്യവൃക്ഷമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൂരത്തു നിന്ന് നോക്കുന്നുണ്ട്. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളിൽ കാണുന്ന ഒരു വസ്തു എന്തുവാ? ഇലയുണ്ട്. ഇലയുണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഇല ആര് തന്നതാ? ഈ ഇലയെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാമ്പത്തികമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ്. നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എന്താണ്? നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഇലകളാണ്. അപ്പോൾ ദൂരത്തുനിന്ന് ദൈവം കാണുമ്പോൾ എന്തുണ്ട്? നമുക്ക് ഇലയുണ്ട്. ഇന്ന് ഇലയുണ്ടോ നമുക്ക്? ഇന്നൊരു പക്ഷേ പറയായിരിക്കും എനിക്ക് ജോലിയില്ല, ചിലർക്ക് ചിലർ പറയും ജോലിയില്ലെന്ന് പറയും, ചിലർ പറയും രോഗിയാണെന്ന് പറയും, ചിലർ പറയും എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ നമ്മൾ പറയാൻ പറ്റും. പക്ഷേ ഇലയുണ്ടോ ഇല്ലയോ? നമുക്കിന്ന് ഇലയുണ്ടോ ഇല്ലയോ? കാരണം നമുക്ക് വളരെ ഇലയുണ്ട്. കാരണം എനിക്കറിയാം, എൻ്റെ ഒരു 70 വയസ്സിന് മുൻപ് എൻ്റെ ബാല്യകാലത്ത് ഞാൻ വാഴയുടെ ഇല വെച്ചുകൊണ്ടാണ് കുട വാങ്ങിക്കാൻ പൈസ ഇല്ല, എന്നിട്ട് വാഴയുടെ തണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ചീമച്ചേമ്പിൻ്റെ ഇല തണ്ടോടുകൂടി വെട്ടിയിട്ട് തലയെ വെച്ചുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അന്ന് എന്തുണ്ടായിരുന്നു? ഇല കുറവായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ചേത്തക്കയിൽ നിന്ന് മണ്ണാർത്തല ഈ ചൂട്ടുകയറ്റം ആട്ടിക്കൊണ്ട് ഞങ്ങൾ കൺവെൻഷന് പോകുമായിരുന്നു. 3-3.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ അന്ന് എന്തുണ്ടായിരുന്നു? ഇല കുറവായിരുന്നു, എന്നാൽ ഫലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇലയുള്ള ഒരു വൃക്ഷം. ഇന്ന് കർത്താവ് നോക്കുമ്പോൾ അന്ന് ഇല കുറവുള്ള വൃക്ഷമായിരുന്നു, എന്നാൽ ഫലമുള്ള വൃക്ഷമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ കർത്താവ് ദൂരത്ത് നോക്കുകയാണ്. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മളിൽ കാണുന്ന ഒരു വലിയൊരു വസ്തുത, നമ്മളിൽ ഇലയുണ്ട്. ഇലയില്ലാത്തവരാരുമില്ല, ഇലയുള്ള ഒരു വൃക്ഷം. എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും? ആ ഇലയുള്ള വൃക്ഷം നോക്കിക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു കടന്നു വരികയാണ്. ആ അത്തിവൃക്ഷത്തിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്, നോക്കുകയാണ്. എന്തിനാ നോക്കുന്നത്? അല്ല, അതിന് മുമ്പ് എന്താ പറയുക? 12-ാം വാക്യം ഒന്നുകൂടി വായിച്ചാട്ടെ. പിറ്റേന്നാൾ അവൻ ബെഥാന്യ വിട്ട് പോരുമ്പോൾ അവന് വിശന്നു. നമ്മൾ വിശക്കുമ്പോൾ എന്താണ് സാധാരണ ചെയ്യാറുള്ളത്? നമ്മൾ ഇവിടുന്ന് എറണാകുളത്തിന് യാത്ര തിരിക്കുകയാണ്. നമ്മൾ വണ്ടിയെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മരത്തിൻ്റെ മണ്ടലോട്ടാണ് നോക്കുന്നത്. രണ്ട് സൈഡിലും നോക്കും. ഭാര്യയോട് പറയും നീ ഇവിടെ നോക്ക്, ഞാൻ അവിടെ നോക്കും. എവിടെയെങ്കിലും ചായക്കട ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വൃക്ഷത്തിന് മേലോട്ട് നോക്കിയിട്ടുണ്ടോ? ഒരു മാവിൻ്റെ മരം നോക്കിയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടി. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു അത്തിവൃക്ഷം നോക്കുക എപ്പോഴാ? തനിക്ക് വിശന്നു, തനിക്ക് ഫലം വേണം. അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു വിശപ്പ് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ് ഒരു മിനിറ്റ് കൊണ്ട് ആഹാരം ഉണ്ടാക്കി തനിക്ക് ലഭിക്കാനുള്ളതേ ഉള്ളൂ. എന്നാൽ അത് ആഹാരം എന്തിനാണ്, ആ വിശപ്പ് എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. എന്നാൽ ഈ ആഹാരത്തിന് വേണ്ടി എങ്ങോട്ടാണ് നോക്കിയത്? അത്തിവൃക്ഷത്തിലേക്ക്. എന്നെയും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ഒരു കർത്താവ്, അവൻ്റെ വിശപ്പ് മാറ്റുവാൻ തൊക്കെ അവൻ ഇന്നും ആഗ്രഹിക്കുകയാണ്. അവന് വിശപ്പെന്ന് പറഞ്ഞാൽ സാധാരണ വിശപ്പല്ല, നമ്മുടെ ഫലം കണ്ടുകൊണ്ട് തൃപ്തിപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവൻ ഇന്ന് നോക്കുകയാണ് നമ്മളെ. പക്ഷെങ്കിൽ അവൻ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഇല മാത്രമേ ഉള്ളൂ, ഫലമില്ല. ഈ പിള്ളേരെ വാസ്തവമല്ലേ നമ്മുടെ ജീവിതത്തിൽ വാസ്തവമല്ലേ? നമുക്ക് എന്തിനാ കുറവാണ് ഇന്നുള്ളത്? പണ്ടുള്ളതായിരിക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ നാം അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, അതൊക്കെ ഞാനിപ്പോൾ വിവരിക്കേണ്ട, നിങ്ങൾ പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. എൻ്റെ വീട്ടിലെ ഇതില്ലായിരുന്നു വിളക്കിന് പകരം കുപ്പി വാങ്ങിച്ചിട്ട് അതിന് ഒരു കിഴുത്ത കിഴിച്ചിട്ട് തുണി ഇറക്കി മണ്ണെണ്ണ വെച്ചിട്ടാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ആത്മീയമായിട്ട് ഇന്നത്തേക്കാളൊക്കെ വളരെ ഉണ്ടായി. ഇന്നതില്ല. ഇന്ന് കർത്താവിന് വിശപ്പുണ്ട്. ആ വിശപ്പിന് കാരണം നമ്മളാണ്. വിശപ്പിന് മാറ്റം കൊടുക്കേണ്ടത്, ആ വിശപ്പ് തന്നെ വയറ് നിറപ്പിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ നാം ഓരോരുത്തരുമാണ്. അവൻ ചിലത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ ഗുണം കഴിയുന്നുണ്ട്. ഇനി മുൻപോട്ട് നോക്കാം. അവൻ ഇലയുള്ള ഒരു വ്യക്തിവൃക്ഷം ദൂരത്ത് നിന്ന് അവൻ കണ്ടു. അവൻ കാണുന്നവനാണ്. നമ്മെ ഓരോരുത്തരെയും അവൻ കാണുകയാണ്. എപ്പോഴാണ് കാണുന്നത്? അവൻ കണ്ടു. നമുക്കറിയാം, ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. ഇളവൻ ദൂരദേശത്തേക്ക് പോയിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ആ പിതാവ് എപ്പോഴാണ് കണ്ടത്? അവൻ ദൂരത്ത് നിന്ന്
ദൂരത്ത് നിന്നവൻ വരുന്നത് കണ്ടു. അപ്പോൾ പിതാവിന്റെ കണ്ണ് എവിടെയാണ്? ദൂരത്തേക്കാണ്. എൻ്റെ മകൻ വരും, എൻ്റെ മകൻ വരും, തീർച്ചയായിട്ടും വരും. കാരണം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, തീർച്ചയായിട്ടും എൻ്റെ മകൻ ദൂരത്ത് വരും. അവൻ്റെ കണ്ണ് ദൂരത്തേക്കാണ് എൻ്റെ മകൻ വരുവാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുത്തത് നമ്മെ ഓർത്ത് നമ്മളെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ദൂരത്ത് നിന്ന് നമ്മളെ കണ്ടു. പക്ഷെ അവൻ്റെ പ്രതീക്ഷ എന്താണ്? ഇലയുള്ള ഒരു വൃക്ഷം ഞാൻ എന്തെല്ലാം കൊടുത്തു അവൻ. ഈ ഇല ആര് കൊടുത്തതാ പ്രിയരെ? നമ്മുടെ കർത്താവ് നമുക്ക് തന്നതാണ്. നമ്മെ അനുഗ്രഹിച്ചിട്ടില്ലേ? ഉണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ പ്രതീക്ഷയോടുകൂടി വരികയാണ്. എന്തെങ്കിലും ഫലം കാണാതിരിക്കുമോ? ആ ഇലയുടെ ഇടയിലെങ്കിലും ഒരു ഫലം കാണാതിരിക്കുമോ? എന്നിട്ട് എന്താണ് പറയുന്നത്? അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു, അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് എന്ന് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. എത്രയോ വ്യസനവും ദുഃഖകരമായിരിക്കുന്ന ഒരു വിഷയമാണ് കർത്താവിന് പറയുവാൻ നിൽക്കുന്നത്. അവൻ ദൂരത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നു, എന്നാൽ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇലയല്ലാതെ ഒന്നുമില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉള്ളതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് പറയാൻ ഒക്കുകയില്ല. ഇല്ല പ്രിയരെ, ഒന്നുമില്ല. എന്നിട്ട് ഇതിന് ശേഷം പറയുന്നത് എന്താണ്? അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു. എടാ ഇതെന്താ പറയുന്നത്? ഇത് അത്തിപ്പഴത്തിൻ്റെ, ഈ അത്തിപ്പഴത്തിൻ്റെ സീസൺ അല്ലായിരുന്ന സമയത്ത് അത്തിപ്പഴം കാണുമോ? ഈ മാങ്ങ ഉണ്ടാകുന്നൊരു സമയമില്ലേ? കൊച്ചു പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും മാങ്ങയുള്ള സമയത്ത് പോയി മോനെ പോയി മാങ്ങ പറിച്ചുകൊണ്ട് വരും. മാങ്ങ പറിച്ചുകൊണ്ട് വരും. സീസൺ അല്ലാത്ത സമയത്ത് മക്കളോട് പറയാൻ പോയി മാങ്ങ പറിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? ഇല്ലേ? സീസൺ ഇല്ലാത്ത സമയത്ത് മാങ്ങ കിട്ടുമോ? ഇല്ല. പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് അറിയത്തില്ല സീസൺ അല്ല എന്നുള്ള കാര്യം? അറിയത്തില്ലേ? സീസൺ ഒന്നും അറിയാൻ വയ്യാത്തതാണോ കർത്താവ് ഈ അത്തിങ്കിലേക്ക് നോക്കിയത്, ഫലം നോക്കിയത്? കർത്താവിനെല്ലാം അറിയത്തില്ല പ്രിയരെ. ഇവിടെ എന്താണ് പറയുന്നത്? അത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലാഞ്ഞു. അപ്പോൾ അത്തിക്കൊരു സീസൺ ഉണ്ട്. അപ്പോൾ നാം ആരാന്നാ പറഞ്ഞത്? നാം ഓരോരുത്തരും അത്തിയാണ്. നമുക്ക് സീസൺ ഉണ്ടോ പ്രിയരെ? നമുക്ക് സീസൺ ഉണ്ടോ? നമുക്ക് സീസൺ ഉണ്ട്. ഞായറാഴ്ച 2 മണിക്കൂർ 2.5 മണിക്കൂർ, പിന്നെ ഒരു സൂം മീറ്റിംഗ് ഉണ്ട്, പിന്നെ സിസ്റ്റേഴ്സ് മീറ്റിംഗ് ഒരെണ്ണമുണ്ട്, ഇടയ്ക്കൊരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. ഇത് നമ്മുടെ സീസണാണ് അല്ലേ? നമ്മുടെ സീസൺ അതല്ലേ? ആ സീസൺ ഉണ്ട്. പക്ഷെ ആ സീസൺ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു വരത്തില്ല. എന്നാൽ ഫലം കാണണം. നോക്കിയാൽ കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ സീസൺ ആണ്. നമുക്ക് ഞായറാഴ്ച ഒരു 2 മണിക്കൂർ നമ്മുടെ സീസണാണ്. കർത്താവെ നീ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാട്ട് കേൾക്കാം, പ്രാർത്ഥന കേൾക്കാം, എല്ലാം കേൾക്കാം, നീ വരിക. കർത്താവ് ആ സമയത്ത് വരത്തില്ല. സീസൺ അല്ലാത്ത സമയത്ത് കർത്താവ് വരും. എന്നിട്ട് കർത്താവ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഫലം ആണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയരെ, നാം ഓരോരുത്തരും ദൈവം ആക്കി വച്ചിരിക്കുന്ന ഓരോ അത്തികളാണ് നാം. അവൻ ദൂരത്ത് നമ്മെ നോക്കുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നമുക്ക് ഭൗമികമായിട്ടുള്ളത് എല്ലാ ആഗ്രഹങ്ങളും തന്ന് ദൈവം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ അല്പമെങ്കിലും ഫലം കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അടുത്തേക്ക് കടന്നു വന്ന് നോക്കുമ്പോൾ വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുത, ഫലമൊന്നും കണ്ടില്ല. ഇല മാത്രം കണ്ടു, ഫലമൊന്നും കണ്ടില്ല. എന്നാൽ അതിന് വീണ്ടും പറയുന്നത് അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. പ്രിയരെ, നാം അത്തികളായിരിക്കുന്ന നമുക്ക് ഒരു സീസൺ ഇല്ല കേട്ടോ. നമുക്കൊരു ദിവസത്തിൽ 24 മണിക്കൂറും സീസണാണ്. ആ സീസണിൽ ഏത് സമയത്തും നമ്മളിൽ ഫലം കാണുവാൻ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ശിഷ്യന്മാർ കേട്ടു. ദൂരത്ത് നിന്ന് കർത്താവായ യേശു ക്രിസ്തു വരുന്നത് അവൻ കണ്ടു. മാത്രമല്ല ശിഷ്യന്മാർ ഇത് ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് അത് ശിഷ്യന്മാർ കേട്ടു. അതിനുശേഷം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു പഴയ കാര്യങ്ങൾ. പ്രിയരെ, ഞാനൊരു കാര്യം ഇവിടെ പറയുവാൻ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിലാണ് ഈ അത്തിവൃക്ഷത്തെ കാണിക്കുന്ന. ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിലാണ്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ നമുക്കറിയാം AD 70 ശേഷം AD 135 കൂടി ഇസ്രായേൽ രാഷ്ട്രം നഷ്ടപ്പെട്ടു പോയി, നശിച്ചുപോയി. എങ്കിലും വലിയനായിരിക്കും ദൈവം
ആ ശാപത്തിൽ നിന്നും ആ ഇസ്രയേലിനെ വീണ്ടെടുത്ത് വീണ്ടും 1948 ഒരു ഇസ്രയേൽ രാഷ്ട്രമായിട്ട് ജന്മം കൊടുക്കുവാൻ തക്കണം ദൈവത്തിൻ്റെ പ്രസാദം തോന്നി. ഇവിടെ ഇരിക്കുന്ന നാം ഒരു കാര്യം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അനിഷ്ട സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വേണം ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അവൻ ഫലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ശിഷ്യന്മാർക്ക് കിട്ടും. ആ വലിയ ശിക്ഷാവധിക്ക് നാം കാരണഭൂതരാകാതെ വേണം. നാം ഇന്ന് ഈ വചനത്തെ നാം ശിഷ്യന്മാർ കേട്ട പോലെ ഈ വചനത്തിന് മുൻപാകെ നമുക്ക് കേൾക്കുകയും നമുക്ക് ആ ദൈവത്തെങ്കിലേക്ക് അടുത്ത് വന്നുകൊണ്ട് ഫലം കായ്ക്കുന്ന ഓരോ അത്തിവൃക്ഷമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇതിനോടുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആ ഫലത്തെ നമ്മുടെ കർത്താവ് എത്രമാത്രമാണ് ആഗ്രഹിക്കുന്ന ഫലം. ആ 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മളെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? നമ്മുടെ കർത്താവ് നമ്മളെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? നാം നമ്മുടെ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല. പലപ്പോഴും നമ്മൾ സാക്ഷി പറയുമ്പോൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനെ തിരഞ്ഞെടുത്തു, ഞങ്ങളെ കർത്താവിനെ ആക്കി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. കർത്താവ് ആരെ തിരഞ്ഞെടുത്തു? നമ്മെ തിരഞ്ഞെടുത്തു. ഇവിടെ എന്താ? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല, പിന്നെയോ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? നീ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. പ്രിയരെ, നാം രക്ഷിക്കപ്പെട്ട് ഈ അത്തിവൃക്ഷം ഇന്ന് നമ്മെ നിലനിർത്തിയിരിക്കുന്നത് കാരണം നമ്മിൽ നിന്നും ഫലം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവ്. നമുക്ക് 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ് ഈ ലോകത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്നെങ്കിൽ എന്തിനായിട്ടാണ്? നാം രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ ദൈവത്തിന് നമ്മെ അങ്ങ് വിളിച്ചാൽ പോരായിരുന്നോ? ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മെ എന്തിനാണ് ആക്കി വച്ചിരിക്കുന്നത്? 60 വയസ്സ്, 50 വയസ്സ്, 70 വയസ്സ് നമ്മിൽ ഫലം കായ്ക്കുവാൻ, ആ ഫലത്തിൽ നമ്മൾ നിലനിൽക്കുവാൻ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നു. ഇത് വാസ്തവത്തിൽ ഒരു പ്രസംഗിക്കുവാൻ എത്ര പ്രസംഗം വേണേലും നടത്താം, എത്ര വേണേലും പാട്ട് പാടാം, പ്രാർത്ഥിക്കാം, സാക്ഷി പറയാം, എല്ലാം ചെയ്യാം, അതൊക്കെ ആവശ്യമാണ്. എന്നാൽ ഫലം കായ്ക്കുക. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്, 5-ാം അധ്യായത്തിൽ 22-24 കാണുന്നുണ്ട് ഫലത്തിൻ്റെ, ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നാം കാണുന്നുണ്ട്. ഫലങ്ങളല്ല അവിടെ പറയുന്നത്, ഫലമെന്നാണ്. ഒരു ഫലം, ആ ഫലം നമ്മളിൽ കാണണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. ഇവിടെ നാം കാണുന്നത് നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. പ്രിയരെ, നമ്മളെ ഈ സ്ഥലത്ത് ആക്കി വച്ചിരിക്കുന്ന ഉദ്ദേശം അവന് വേണ്ടി ഫലം കായ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അവിടെ നാം കണ്ടതുപോലെ അവൻ ദൂരത്ത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എപ്പോഴും അവൻ കാണുന്നുണ്ട്. അവൻ നമുക്കൊരു ജോലി വാങ്ങിച്ചു തരുമ്പോൾ, ആ നാം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആ ജോലിക്ക് പോകുവാനും വരുവാനും തൊട്ടുള്ള ആരോഗ്യം ദൈവം നമുക്ക് തരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവനൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ജോലി തരുമ്പോൾ അതിൽ നിന്നും ദൈവം ഒരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് ജോലി ലഭിച്ചു കഴിയുമ്പോൾ, നമുക്ക് ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം ലഭിച്ചു കഴിയുമ്പോൾ പഴയതിൽ നിന്ന് നാം ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ലേ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളത്. നാം രോഗിയായിരിക്കുമ്പോൾ നാം ദൈവത്തോട് അടുക്കുന്നുണ്ട്. നാം രോഗത്തിൽ നമുക്ക് വിടുതൽ ലഭിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ കുറവ് വന്നു പോകുന്നില്ലേ? ദൂരത്ത് നിന്ന് കാണുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമ്മെ കാണുന്നുണ്ട്. അവൻ്റെ പ്രതീക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത് നിങ്ങൾ പോയി ഫലം കായ്ക്കണം, ആ ഫലം കായ്ച്ചുകൊണ്ട് അതിൽ നിങ്ങൾ നിലനിൽക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വസ്തുത. അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇവിടെ ഫലം കായ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങളും എൻ്റെ ശിഷ്യന്മാരാകും. എന്താണ് ഇവിടെ പറയുന്നത്? വളരെ ഫലം കായ്ക്കണം, ഫലത്തിൽ നിലനിൽക്കണം. ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജീവിതത്തിൽ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാണിത്. അവിടെ അനേക അത്തിവൃക്ഷം ഉണ്ടായിരുന്നിരിക്കാം, എന്നാൽ ശപിച്ചത് ഒരു അത്തിവൃക്ഷത്തെ മാത്രമേ ഉള്ളൂ. ഫലം നോക്കിയത് ഒരു അത്തിവൃക്ഷത്തെ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്?
അനേക അത്തിവൃക്ഷം ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം, അനേക അത്തിവൃക്ഷങ്ങൾ ഫലമില്ലാത്തതായിട്ടുണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഫലം നോക്കിയത് ഒരേ ഒരു അത്തിവൃക്ഷം മാത്രം, അതിലെ ശപിച്ചത് ഒരേ ഒരു അത്തിവൃക്ഷം മാത്രം. ആ അത്തിവൃക്ഷം ഞാനും നിങ്ങളുമാണെന്നുള്ളത് നാം മനസ്സിലാക്കുക. മറ്റുള്ളവരെ അല്ല, മറ്റുള്ളവരെ രക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. മറ്റുള്ള അവിശ്വാസികളായിരിക്കുന്നവർ ആ അത്തികളെല്ലാം ദൈവഭാഗത്തേക്ക് കടന്നു വരണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണെങ്കിലും ആ രക്ഷിക്കപ്പെട്ട അത്തി വൃക്ഷമായിരിക്കും നമ്മളിൽ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നത് ആ ഫലമാണ്. ഇന്ന് ആ ഫലം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ 8-ാം ഭാഗത്തിൽ നിന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കണം, അല്പം ഫലമല്ല, വളരെ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിട്ട് നമ്മൾ തീരണം എന്നുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 15-ന്റെ 2-ാം വാക്യം, എന്നിൽ കായ്ക്കാത്തതൊക്കെയും അവൻ നീക്കി കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാണ്. ഫലം കായ്ക്കേണ്ടതിന് എന്തിനാണ് അധികം ഫലം കായ്ക്കുന്നതിന് വേണ്ടി ഒരു ക്രിയ ചെയ്യുന്നുണ്ട് അവിടെ കർത്താവ്. എന്താണത്? ചെത്തി വെടിപ്പാക്കുന്നു. നമ്മൾ സാധാരണ ഈ ചെടികളൊക്കെ വളമിടുമ്പോൾ ചെത്താറില്ലേ? അറിയത്തില്ലേ? ചെത്തിയിട്ടല്ലേ വളമിടുന്നേ. ചെത്തുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ ആ ചെടിയുടെ വേര് ചിലപ്പം കെട്ടാകത്തില്ലേ? നമ്മളതുകൊണ്ട് വേണ്ടാന്ന് വെക്കുമോ? ഇല്ല. ഒരു ചെടിയുടെ ചുറ്റും നമ്മൾ ഇച്ചിരി വളമിടുവാൻ വേണ്ടി അത് ചെത്തുമ്പോൾ അതിൻ്റെ വേര് ചിലപ്പോൾ കട്ടാകുന്നുണ്ട്. നമുക്കതിൽ പ്രയാസമൊന്നുമില്ല. കട്ടായിക്കോട്ടെ. കാരണം അതെല്ലാം മാറ്റിയതിന് ശേഷം, ആ കാടുകളെല്ലാം മാറ്റിയതിന് ശേഷം അവിടെ വളമിട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ചെടി നന്നായിട്ട് വളരും. പ്രിയരെ, ഇവിടെ വളരെ ഗുരുത്വപൂർണ്ണമായിരിക്കുന്ന ഒരു വിഷയമാണ് കാണുന്നത്. അത് എന്നിൽ കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കുന്നതിനെ ചെത്തി വെടിപ്പാക്കുന്നു. ഇന്ന് നമ്മെ ഒരുപക്ഷെങ്കിൽ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെങ്കിൽ അത് രോഗത്തിൽ കൂടിയായിരിക്കാം, പ്രശ്നങ്ങൾ കൂടിയായിരിക്കാം, സാമ്പത്തികമായിരിക്കുന്ന ഭദ്രത ഇല്ലാത്ത വിഷയത്തിലായിരിക്കാം. ഏതെങ്കിലും ആയിക്കോട്ടെ, അവൻ നമ്മെ ഇന്ന് ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ചെത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് അധികം ഫലം കായ്ക്കണം, വളരെ ഫലം കായ്ക്കണം, ആ ഫലത്തിൽ നമ്മൾ നിലനിൽക്കണം. ഒരേ ഉദ്ദേശത്തോടു കൂടി കർത്താവ് ഇന്ന് നമ്മെ ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയരെ, കർത്താവ് ഫലം കാണുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ ഫലമല്ല നാം കാണുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഭൗമിക ഫലങ്ങൾ. നാം പ്രാർത്ഥനയിലും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഭൗമികമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് നാം കാണുന്നത്. അത് ദൈവം നമുക്ക് തരുന്നുമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നമ്മിൽ നിന്നും ചില ആത്മീയ ഫലങ്ങൾ കാണുവാൻ കൊണ്ട് നമ്മുടെ കർത്താവ് കാണുവാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയരെ, ഈ വചനത്തിന് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ നിശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ തന്നിട്ടുള്ളതായിരിക്കുന്ന ഭൗമികമായിരിക്കുന്ന നന്മകളെ ഓർക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ കർത്താവിന് വേണ്ടി? എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എങ്ങനെ മുൻപോട്ട് പോകുന്നു? എന്നിൽ നിന്നും അധിക ഫലം കായ്ക്കുന്നുണ്ടോ? അല്ല, എന്നിൽ ഫലം കായ്ക്കുന്നുണ്ടോ? ആ ഫലത്തിൽ ഞാൻ നിലനിൽക്കുവാൻ കൊണ്ട് കഴിയുന്നുണ്ടോ? ഈ ഒരു വസ്തുത ഇന്ന് രാവിലെ ഈ മധ്യാഹ്ന വേളയിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. അവൻ ദൂരത്ത് നിന്ന് കാണുന്നുണ്ട്. അതിനുശേഷം അവിടെ പറയുന്നത് ശിഷ്യന്മാർ കേട്ടു. ഇതെല്ലാം ശിഷ്യന്മാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടെ 12 പേരുണ്ട് ശിഷ്യന്മാർ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൂടെ. അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ലായിരിക്കും ഒരു പക്ഷെങ്കിൽ. കർത്താവിന് വിശന്നോ? എങ്ങനെ വിശന്നു? ഞങ്ങൾക്ക് വിശപ്പില്ലല്ലോ. കർത്താവിന് എന്താ ഡയബറ്റീസ് ഉണ്ടോ? കർത്താവിന് വിശക്കുവാൻ വേണ്ടി ഇല്ല. കർത്താവിന് ഡയബറ്റീസ് ഒന്നുമില്ല, ഷുഗർ പേഷ്യൻ്റ് ഒന്നുമല്ല നമ്മുടെ കർത്താവ്. എന്നാൽ നമ്മളെ ഓർത്ത് വിശക്കുന്ന ഒരു കർത്താവ്, നമ്മൾ ഫലം കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്, ആ ഫലം തിന്നുവാൻ തക്കണം, ആ ഫലം തിന്ന് വിശപ്പടക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ്. പ്രിയരെ, ഇന്ന് നമ്മുടെ കർത്താവ് വിശന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞു. എന്തു പറഞ്ഞു? എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എപ്പോഴാണ് ദാഹിക്കുന്നു പറഞ്ഞത്? അന്ധകാരത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ. അന്ധകാരത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. എന്നാൽ അന്ധകാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. എൻ്റെ ദാഹം തീർക്കുവാൻ വേണ്ടി, എൻ്റെ വിശപ്പ് തീർക്കുവാൻ വേണ്ടി ഇതാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശക്കുകയാണ്, വിശന്നു വരികയാണ്. അവൻ എൻ്റെ ഫലം കണ്ടുകൊണ്ട്, എൻ്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് കാണുമ്പോൾ തന്നെ അവൻ്റെ വിശപ്പടങ്ങും. അതിനൊരവസരം പ്രിയരെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ഫലങ്ങളെ കണ്ടുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന് പറയാൻ പറയുമോ? ഓ മതി, എനിക്ക് സന്തോഷമായി, എൻ്റെ മക്കൾ
ഞാൻ ആർക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞുവോ, ഞാൻ ആർക്ക് വേണ്ടി കരഞ്ഞുവോ, എൻ്റെ ആ കരച്ചിലിൻ്റെ അംശമായിട്ട് എനിക്ക് വേണ്ടി ജനിച്ചു വളർന്നതായിരിക്കും എൻ്റെ മക്കളുടെ ജീവിതം കണ്ടുകൊണ്ട് അവരുടെ ഫലം കണ്ടുകൊണ്ട് ഞാൻ തൃപ്തനായി എന്ന് പറയുവാൻ കഴിയണം. അതാണ് ഇവിടെ പറയുന്നത്. വേറെ ഇന്നത്തെ ഈ വചനത്തിൽ കൂടി നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നാം ഓരോരുത്തരും ഓരോ അത്തിവൃക്ഷമാണ്. നമ്മിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഫലം കാണുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇലയുള്ള ഒരു വൃക്ഷം, തടിച്ചു വളരുന്ന ഒരു വൃക്ഷം, ഫലപുഷ്ടമായിരിക്കുന്ന മരം, നല്ല മരമാണ്, യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ കർത്താവിന് വേണ്ടിയതില്ല, അവന് വേണ്ടിയതുണ്ട്. മരത്തിൻ്റെ കൃഷിക്കാരനോ വേണ്ടിയതെല്ലാം ഇതിൻ്റെ അവസ്ഥയിലുണ്ട്. എന്നാൽ കർത്താവിന് ആവശ്യമുള്ള എന്തില്ല? ഫലം ഇല്ല. പ്രിയരേ, നമ്മുടെ സ്ഥിതിയും ഇപ്രകാരമല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതം ഇപ്രകാരമല്ലേ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കർത്താവേ, നീ എന്നെ ഇത്രത്തോളം ഉയർത്തി, ഒന്നുമില്ലായ്മയിൽ നിന്ന് നീ എന്നെ ഇത്രത്തോളം ഉയർത്തി, ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, ഇത്രത്തോളം എന്നെ വളർത്തിക്കൊണ്ട് വന്നു. ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്തു, ഞാൻ കാൽനടയായിട്ട് യാത്ര ചെയ്ത കാലമുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് കാറല്ലാതെ മറ്റ് സ്കൂട്ടി പോലും എനിക്ക് ആവശ്യമില്ല. അതുമാത്രം ദൈവം നീ എന്നെ അനുഗ്രഹിച്ചു, ഇലയുള്ള ഒരു വൃക്ഷം എനിക്ക് തന്നു. എന്നാൽ ഇന്ന് എൻ്റെ ആത്മീയ ജീവിതമോ വളരെ ശോഷിച്ച അവസ്ഥ. ഇതൊരു നാടകീയമായിട്ട് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്, ഒരു ആചാരം എന്നുള്ള രീതിയിലാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. എങ്കിൽ ഒരു പുനഃപരിശോധനയ്ക്ക് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളിലേക്ക് നമുക്ക് ശോധന ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഞാനിന്ന് എവിടെയായിരിക്കുന്നു? എന്നെ കാണുന്നൊരു കർത്താവുണ്ട്, ദൂരത്ത് നിന്ന് കാണുന്നൊരു കർത്താവുണ്ട്. അവൻ പ്രതീക്ഷിക്കുന്ന ഒന്ന് മാത്രമാണ്, ഇലയല്ല അവൻ പ്രതീക്ഷിക്കുന്നത്. ഇലയെ അവൻ നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രത്തോളം അനുഗ്രഹിച്ചതിന് ശേഷവും എൻ്റെ ഈ വൃക്ഷത്തിൽ നിന്ന് എനിക്കൊരു ഫലം ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള നിരാശയുണ്ട്. അതുകൊണ്ടാണ് ഇലയെ നോക്കിയത്, അല്ലെങ്കിൽ ഇല നോക്കേണ്ട ആവശ്യമില്ല. പ്രിയരെ, ഇന്ന് നമ്മെ അവൻ നോക്കുന്നു. ദൈവം ഈ വചനത്തിൽ കൂടി സ്വയമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. അവൻ ഫലം കായ്ക്കുന്നു. അവൻ ഫലം മാത്രം മതി, വേറൊന്നും വേണ്ട. അവന് ഫലം ആവശ്യമാണ് നമ്മളിൽ നിന്നും. ആ ഫലത്തെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ദിവസങ്ങൾ ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.